ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ്ങിന്റെ ഒരു ഹോബിയാണ്. വരൂ. അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ല് വെച്ച് കൂട്ടുന്നു തോന്നി. ഞാനങ്ങ് പോയിട്ടില്ലല്ലോ. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മളെ പുതിയതാണോ? എന്ത് തോന്നി കേട്ടിട്ട്? പ്രവർത്തനത്തിലേക്ക് കൂടുതൽ മുൻനിരയിലേക്ക് രാഹുലിനെ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോ അങ്ങനെ ഒരു കോലാഹലത്തിന്റെ കുറവേ ഉള്ളൂ. ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ പോലെ ആയി. കച്ചിട്ട് ഇറക്കാനും വയ്യ, മരിച്ചിട്ട് തുപ്പാനും വയ്യ. അല്ല, നമ്മുടെ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുമായി അഫിലിയേറ്റ് ചെയ്തൊന്നും പ്രവർത്തിക്കുന്നതോ MLA ആയി പ്രവർത്തിക്കുന്നതോ MP ആയി പ്രവർത്തിക്കുകയല്ല. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. എന്താ ശരിയല്ല മാവാ? ആ രാഷ്ട്രീയം തുടരുന്നതിന് നമ്മൾ മുൻനിര പിൻനിര എന്നൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും മുൻപ് എങ്ങനെയാണോ രാഷ്ട്രീയം പറയുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയും പറയുന്നത് അതിനെന്തെങ്കിലും ഒരു അഫിലിയേഷന്റെ ആവശ്യമുണ്ട് എന്ന് അഫിലിയേഷൻ ഉള്ള കാലത്തും തോന്നിയിട്ടില്ല, ഇല്ലാത്ത കാലത്തും തോന്നിയിട്ടില്ല. എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തിനായിരുന്നു സാർ അന്ന് അങ്ങനെയൊക്കെ? ശരിക്കും സത്യമാണോ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നഷ്ടബോധമൊക്കെ ആണെങ്കിൽ ഒരു 10-20 വർഷക്കാലമായി രാഷ്ട്രീയ പ്രവർത്തനം സജീവമായിട്ട് തുടങ്ങി. അതിനകത്ത് 1.5 വർഷക്കാലം മാത്രമാണ് ജനപ്രതിയായത്. ബാക്കിയുള്ള കാലത്തൊക്കെ ചെയ്തിരുന്ന അതേ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ ഈ കേസുകളുടെ കുറ്റപത്രമൊക്കെ ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നതിനോട് ഏറ്റവും സ്നേഹവും ബഹുമാനവും കരുതലുമുള്ള മനുഷ്യൻ. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലോ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയതുപോലെ തോന്നി. അല്ല, ബഹുമാനം കൂടിയിട്ടുണ്ട്. എങ്കിൽ കൂടി കാണും. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ കൊടുത്തതാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ബാക്കി കോടതി ഫൈറ്റ് ആണല്ലോ. കോടതി ഫൈറ്റ് വരും. ആ കോടതി ഫൈറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ തിരുത്തേണ്ടി വരും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.